മദ്യവും മയക്കുമരുന്നുകളും കൊണ്ട് നശിക്കുന്ന പുതുതലമുറയുടെ കഥകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പുരാണത്തിലും ഒരു കഥയുണ്ട്. മദ്യം കൊണ്ട് നശിച്ച ഒരു വംശത്തിന്റെ കഥ. അത് മറ്റാരുടെയും കഥയല്ല, കൃഷ്ണന്റെ കുലമായ യാദവ വംശത്തിന്റെ കഥയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പുരാണത്തിൽ പറയുന്നത്. ഒരിക്കൽ ദ്വാരകയിൽ 3 മുനിമാരെത്തി. വിശ്വാമിത്രൻ, നാരദൻ തുടങ്ങിയ മുനിമാരാണ് അവിടെ എത്തിയത്. ഈ കൂട്ടത്തിൽ കുസൃതി തോന്നിയ യാദവ വംശജർ ഒരു വേലയൊപ്പിച്ചു. എന്താണ് ചെയ്തത്? സാമ്പൻ എന്ന് പറയുന്ന കുട്ടിയെ ഒരു പെൺവേഷമൊക്കെ ധരിപ്പിച്ചു, ഗർഭിണിയുടെ വേഷമൊക്കെ ധരിപ്പിച്ച് ഈ മുനിമാരുടെ മുന്നിലേക്ക് വച്ചിട്ട് ചോദിച്ചു, ഇവൾ പ്രസവിക്കുന്നത് ആണിനെ പ്രസവിക്കുമോ പെണ്ണിനെ പ്രസവിക്കുമോ എന്ന് ചോദിച്ചു. മുനിമാരെ പരിഹസിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചോദിച്ചത്. മുനിമാർക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. മുനിമാർ വിചാരിച്ചു, ഇത്രയും അഹങ്കാരം പാടില്ലല്ലോ. മുനിമാർ അപ്പോൾ ഇവരെ ശപിച്ചു കളഞ്ഞു. ഇവൾ ആണിനെയും പ്രസവിക്കില്ല, ഇവൾ പെണ്ണിനെയും പ്രസവിക്കില്ല, ഇവൾ ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കും. ഈ ഇരുമ്പുലക്കയെ പ്രസവിക്കുന്നത് മാത്രമല്ല, ഈ ഇരുമ്പുലക്ക നിങ്ങളുടെ വംശത്തിന് തന്നെ നാശമായി തീരും എന്ന് ശപിക്കുകയും ചെയ്തു. ഇത് കേട്ട് യാദവ വംശജർ അതീവ പരിഭ്രാന്തരായി. എന്തു ചെയ്യും? താമസിയാതെ സാമ്പൻ ഒരു ഇരുമ്പുലക്കയെ പ്രസവിച്ചു. ഇരുമ്പുലക്കയെ പ്രസവിച്ചപ്പോൾ ഇവർ പേടിച്ചിട്ട് എന്തു ചെയ്തു? തന്റെ വംശത്തിന് മുഴുവൻ നാശമാണല്ലോ സംഭവിക്കുക എന്ന് ഓർത്ത് എന്തു ചെയ്തു? ആ ഇരുമ്പുലക്കയെ ചീളിയാക്കി എല്ലാം കടലിലേക്ക് എറിഞ്ഞു. കടലിലേക്ക് എറിഞ്ഞതിന്റെ ബാക്കിയായി ഒരു കഷ്ണം ഉണ്ടായിരുന്നു. ആ കഷ്ണവും കടലിൽ അങ്ങ് ഉപേക്ഷിച്ചു. ചീളിയായി കടലിലെറിഞ്ഞ അവ തിരമാലകൾ ആഞ്ഞടിച്ച് കരയിലേക്ക് കയറ്റി. ഈ ചീളികൾ വളർന്നു വലിയ ചേരപ്പുല്ലുകളായങ്ങു മാറി. കാലങ്ങൾ കടന്നുപോയി. പിന്നെ അതിന്റെ ബാക്കിയായ ഒരു ഇരുമ്പ് കഷ്ണമുണ്ടല്ലോ, ആ ഇരുമ്പ് കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങി. ഈ മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിച്ചുകൊണ്ടുവന്നു. ഈ മുക്കുവൻ ആ മത്സ്യത്തെ കീറിയപ്പോൾ അതിന്റെ ഒരു ഇരുമ്പ് കഷ്ണം കണ്ടു. ഈ ഇരുമ്പ് കഷ്ണം അപ്പോൾ തന്നെ ഒരു കൊല്ലന്റെ ആലയിൽ ഏൽപ്പിക്കുകയും കൊല്ലൻ ഒരു അമ്പിന്റെ അറ്റത്ത് ഈ ഇരുമ്പിന്റെ കഷ്ണം ചേർക്കുകയും ചെയ്തു. ആ അമ്പ് ഒരു വേടൻ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയപ്പോൾ യാദവ വംശജർ എന്തു ചെയ്തു? ഒരിക്കൽ അവർ മദ്യപിക്കാൻ ആരംഭിച്ചു. മദ്യപിച്ച് ലക്കുകെട്ട അവർ ഒന്നും രണ്ടും പറയാൻ ആരംഭിച്ചു. ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി പരിണമിച്ചു. വഴക്കിന് ശേഷം അവരെന്തു ചെയ്തു? അവർ അതിന്റെ കരയിൽ നിന്ന് ആ പുല്ലുകൾ, ആ ചേരപ്പുല്ലുകൾ പറിച്ചെടുത്ത് പരസ്പരം അടിക്കാൻ ആരംഭിച്ചു. പരസ്പരം അടിച്ച് അവരുടെ മുതുകെല്ലാം പൊട്ടി രക്തം വാർന്ന യാദവ വംശജർ മുഴുവൻ മരിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കണ്ട് ശ്രീകൃഷ്ണൻ വിഷണ്ണനായി ഇരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ അറിയാം ഇതെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കൂ എന്ന് ശ്രീകൃഷ്ണൻ അറിയാം. അങ്ങനെ ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിലേക്ക് വന്നു. കൊട്ടാരത്തിൽ അതിനുശേഷം ഒരിക്കൽ ദുർവാസാവ് മഹർഷി നമ്മുടെ ശ്രീകൃഷ്ണനെ പരീക്ഷിക്കാനായി വന്നു. ദുർവാസാവ് കൃഷ്ണനെ പരീക്ഷിക്കാനായി ഒരുപാട് വിക്രിയകളൊക്കെ ചെയ്തു. അപ്പോഴെല്ലാം ശ്രീകൃഷ്ണൻ സംയമനം പാലിച്ച് ദുർവാസാവിനെ ശരിക്കും പരിചരിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ ദുർവാസാവ് മഹർഷിക്ക് പായസം കൊടുത്തു. പായസം കഴിച്ചതിന് ശേഷം അതിന്റെ ബാക്കി വന്ന ആ ഉച്ഛിഷ്ടം ദുർവാസാവ് മഹർഷി പറഞ്ഞു, ഈ പായസം നിന്റെ ദേഹത്ത് തേച്ചുകൊള്ളൂ എന്ന് ശ്രീകൃഷ്ണനോട് പറഞ്ഞു. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ആ പായസം ദേഹം മൊത്തവും വാരിത്തേച്ചു. കാൽപാദത്തിൽ മാത്രം ആ പായസം തേച്ചില്ല. കാലങ്ങൾ കഴിഞ്ഞു. ശ്രീകൃഷ്ണന് മനസ്സിലായി തന്റെ അന്ത്യവും അടുത്തിരിക്കുന്നു. അതായത് തന്റെ കർമ്മമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. താൻ ഭൂമിയിൽ ജനിച്ചത് കംസൻ എന്ന് പറയുന്ന ദുഷ്ടനെ കൊല്ലുവാനായിട്ടാണ്. കംസന്റെ നിഗ്രഹമെല്ലാം കഴിഞ്ഞു. തന്റെ അന്ത്യകാലം അടുത്തു. അങ്ങനെ ദ്വാരകയിലെത്തി മറ്റുള്ളവരോട് പറഞ്ഞു, അർജുനൻ ഇനി നിങ്ങളുടെ എല്ലാം കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ വനത്തിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ വനത്തിൽ ഒരു മരത്തിലിരുന്ന് ശ്രീകൃഷ്ണൻ യോഗാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന സമയത്ത് ആ വേടൻ ആ അമ്പുമായി എത്തി. ആ കാൽപാദം കണ്ടപ്പോൾ ആ വേടൻ വിചാരിച്ചു ഏതോ മാൻ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. ആ ഇരുമ്പിന്റെ ആ അംശം ചേർത്ത ആ അമ്പ് വെച്ച് ശ്രീകൃഷ്ണന്റെ കാൽപാദത്തിലേക്ക് അമ്പെയ്തു. ശ്രീകൃഷ്ണൻ അങ്ങനെ മരിച്ചു. വിഷ്ണുപാദം പൂകി. ശ്രീകൃഷ്ണൻ സ്വർഗലോകം പൂകി. ഇതാണ് ശ്രീകൃഷ്ണന്റെ അന്ത്യത്തിന്റെ കഥ.